ഒരുപാട് വർഷം ഗ്രാമർ പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ബേസിക് ഗ്രാമറിൽ നൗൺ എന്താണ്, വേർബ് എന്താണ്, സബ്ജക്റ്റ് എന്താണ്, ടെൻസ് എന്താണ്, ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ലെവൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്ത് അത്യാവശ്യം നൗൺ എന്താണെന്നുള്ള അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക. ഏതാനും നൗണിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് എഴുതി വയ്ക്കുക. അടുത്ത വേർബ് അഥവാ ക്രിയാപദം, പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്കുകൾ നമുക്കറിയാവുന്ന തരത്തിൽ പഠിക്കുക, കളിക്കുക, സഹായിക്കുക, നടക്കുക, പോവുക, വരിക, കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ, വേർബുകളുടെ കളക്ഷൻ ഉണ്ടാക്കി വയ്ക്കുക. അടുത്തത് സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ആണ്. പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ ആരെക്കുറിച്ച് പറയുന്നു, എന്തിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന തരത്തിൽ ഏതാനും സബ്ജക്ട്സുകളുടെ പേരൊന്ന് എഴുതി വയ്ക്കുക. അടുത്തത് ടെൻസസ് ആണ്. മൊത്തത്തിൽ എത്ര ടെൻസ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിൽ ഓരോ ടെൻസിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് 3 ടെൻസ് നമുക്കറിയാം: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൻ്റെ ഓരോന്നിൻ്റെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 12 ടെൻസ് ഉണ്ടാവും. ആ ഓരോ ടെൻസിൻ്റെയും പേരെന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അത് വെച്ച് ഒരു എക്സാമ്പിൾ കൂടെ തയ്യാറാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വയം പഠനം ആരംഭിക്കാം. അപ്പോൾ ഇന്ന് ഒരു ലെവൽ ടെസ്റ്റാണ്. നമ്മുടെ ലെവൽ നമ്മൾ തന്നെ പരിശോധിക്കുകയാണ്. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്, നമുക്ക് എന്തറിയാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആശയങ്ങളിലേക്ക് പോകും. ബൈ.